ഹായ് ഓൾ. അപ്പം ഞാനിപ്പോൾ വന്നേക്കുന്നതേ നമ്മുടെ ബിഗ് ബോസിലെ കഴിഞ്ഞ ദിവസത്തെ ഒരു വഴക്കിനെ ഒരു ഒരു ഫൈറ്റ് അഭിഷേകും ജിൻഡോയും തമ്മിലുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഇത് പറയാനാണ് കേട്ടോ. അപ്പോൾ അഭിഷേക് ഇതുവരെ നന്നായിട്ട് കളിച്ച് നല്ല ടോപ്പായിട്ട് വന്ന് നിൽക്കുന്ന ആൾ തന്നെയാണ്. അതിന് കൺഗ്രാറ്റ്സ് ഒക്കെ ഉണ്ട്. അത് നല്ല കാര്യമാണ്. അത് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പക്ഷേ അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ആളാണ് ജിൻഡോ, അതുപോലെ ജാസ്മിൻ, ശ്രീതു, അർജുൻ ആൻഡ് ഋഷി, നോറ. ബാക്കി ചേട്ടായിമാരും കുഞ്ഞിപ്പെങ്ങളും കൂടെ ആയിട്ട് ഭയങ്കര ഗ്യാങ് കളി. ചേട്ടായിമാരും കുഞ്ഞിപ്പെങ്ങളും കളിക്കണേന്നൊന്നും ആർക്കും പ്രശ്നമൊന്നുമില്ല. അതൊക്കെ കണ്ടിരിക്കാൻ രസമാണ്. പക്ഷെ അത് ഇത്തിരി ഓവറായി പോകുന്നുണ്ടുള്ളൊരു പ്രശ്നമുള്ളൂ. അപ്പോൾ എന്ത് കണ്ടിട്ടാണ് ഈ കുഞ്ഞിപ്പെങ്ങളെ തലയിലേറ്റ് വെക്കുന്നതെന്ന് മാത്രമാണ്, വേറൊന്നും തോന്നുന്നില്ല. ആ കാര്യത്തിലൊക്കെ ജാസ്മിൻ അല്ലെങ്കിൽ ഞാൻ പണ്ടേ പറഞ്ഞു, ജാസ്മിൻ നല്ല ഒരു കാലിബറുള്ള ഇതാണ്. പക്ഷേ സ്വന്തം നിലമറന്ന് ചില കാര്യങ്ങൾ പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടും അതൊക്കെ കൊണ്ടാണ് ജാസ്മിനെ ചില സമയത്ത് ദേഷ്യം വന്നിട്ടുള്ളത്. പക്ഷേ ഞാൻ എല്ലാ കണ്ടസ്റ്റൻസിനും എനിക്ക് ഇഷ്ടമാണ് പല പല കാര്യങ്ങളിൽ. പക്ഷേ നന്ദന ഇപ്പം എന്താ അവിടെ കിടന്ന് കാണിക്കുന്നതെന്ന് കണ്ടിട്ട് നമുക്കത് കണ്ടിട്ട് അങ്ങോട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ചില അഹങ്കാരം അവിടെ കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ജിൻഡോനെ വെച്ച് നോക്കുകയാണ്. ജിൻഡോ അഭിഷേകിൻ്റെ അടുത്തേട്ട് പോയി. ബാക്കി എല്ലാവരും ഓരോരുത്തർ ഔട്ടായിപ്പോയി. ഓക്കെ, നോറേനെയൊക്കെ എല്ലാവരും കുറ്റം പറയും. ഓക്കെ, പക്ഷെ നോറ എപ്പോഴും ഒറ്റയ്ക്ക് കളിക്കുകയും ഒറ്റയ്ക്ക് കൂട്ടില്ലാണ്ട് ഒറ്റപ്പെടുകയും ചെയ്യുന്ന ആളാണ്. അതൊന്നും ആലോചിക്കണം. നോറ പിന്നെ ചെറിയൊരു കാര്യമുണ്ട്, അത് വള്ളി പിടിച്ച് വരുന്നതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ദേഷ്യമെങ്കിലും നോറ ഈ പറഞ്ഞ പോലത്തെ ചില എന്താ പറയുക, ആരെങ്കിലും കൂട്ടുപിടിച്ച് ഭയങ്കരമായിട്ട് കൂട്ടുകെട്ടി അങ്ങനത്തെ കാട്ടായങ്ങളൊന്നും നോറയ്ക്കില്ല. അത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷെ ജാസ്മിന് പോലും ഉണ്ട് കൂട്ടുകെട്ടിലുള്ളൊരിത്. പക്ഷെ നോറയ്ക്ക് അത്ര ഇല്ല. അതാണൊരു വ്യത്യാസം. അപ്പോൾ ഞാൻ പറയാൻ വന്ന ജിൻഡോ അഭിഷേകിൻ്റെ അടുത്തോട്ട് പോയി. അഭിഷേക് അത് വളരെ ശക്തമായി തന്നെ അതൊരു ഗെയിമാണ്, ഗെയിമിൽ അങ്ങനെയാണ്. ജിൻഡോനെ എതിർത്ത് നിന്നു. വളരെ ശക്തമായിട്ട് തന്നെ അഭിഷേകിൻ്റെ ബോഡിയിൽ സീല് വെക്കാതിരിക്കാൻ വേണ്ടി വളരെ ശക്തമായി തന്നെ അഭിഷേക് നിന്നു. പക്ഷേ അത് ഇവരെല്ലാവരും ഒരു ഗ്യാങ് പിടിച്ചിട്ടുള്ളൊരു കളിയായതുകൊണ്ടും അവിടെ അഭിഷേകിനെ മറികടന്ന് ജിൻഡോയ്ക്ക് അവിടെ സീല് വെക്കേണ്ടതും ആയതുകൊണ്ടും ജിൻഡോ കുറച്ച് ബലപ്രയോഗം പ്രയോഗിച്ച് ഒന്ന് ഉന്തി. ഒരിക്കലും തല്ലുമല്ല, തള്ളുകയാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും തല്ലുമല്ല ചെയ്തത്, തള്ളി. അത് വ്യക്തമായി കണ്ടതാണ്. അതിനുശേഷവും അഭിഷേക് ജിൻഡോയെ വലിച്ചുകൊണ്ട് കഴുത്തിൽ കൂടെ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൻ്റെ പ്രഷറിൽ തന്നെ തട്ടി ബോർഡും താഴെ വീണിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് മുന്നേ അത് വരട്ടെ. അപ്പോൾ ഇത്രയും ഇത് കാണിച്ചപ്പോൾ രണ്ടുപേർക്കും താക്കീത് കിട്ടി. ഓക്കെ, ജിൻഡോയുടെ കയ്യിലും ഈ ഒരു എന്താ പറയുക, അഭിഷേകിൻ്റെ അടുത്തിട്ട് പോയി. അഭിഷേക് പറ്റിയില്ല. ജിൻഡോയ്ക്ക് ജയിക്കണം. ജിൻഡോ 100% സത്യസന്ധമായും ചില നേരത്തെ എടുത്തിയാടി സംസാരിക്കുന്നതുമായ ചില കാര്യങ്ങൾ ഒഴിച്ച് ഉള്ളു ശുദ്ധമായ ഒരു നല്ലൊരു ഗെയിമറാണ് ജിൻഡോ അല്ലേ. മാക്സിമം ജയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചില ബലപ്രയോഗങ്ങൾ അത് ബിഗ് ബോസ് പറഞ്ഞാൽ മതി, ചെയ്താൽ മതി. അല്ലാതെ മറ്റുള്ളവരെ പോലെ കൂട്ടുകൂടിയിട്ട് ഇന്നയാളെ തോപ്പിക്കണം എന്ന് പറഞ്ഞ് ജിൻഡോ നടക്കാറില്ല. ജിൻഡോയുടെ ഇതാണ്. പിന്നെ ജിൻഡോയ്ക്ക് പറ്റുന്ന തെറ്റ് അത് ഞാൻ പറയാം. ജിൻഡോ നന്ദനെ എപ്പോഴും തലയിൽ കയറ്റാൻ ജിൻഡോ നോക്കിയിട്ടുണ്ട്, പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം നോറ എന്ന് പറയുന്നത് അതൊക്കെയാണ് ജിൻഡോയ്ക്ക് തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ജിൻഡോ എന്നുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ അവിടെ. പക്ഷേ ജിൻഡോയുടെ ചില രീതിയിൽ എനിക്ക് എതിർപ്പുള്ള ഒബ്ജക്ഷൻ ഉള്ളത് അതൊക്കെയാണ്. ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദനെ വല്ലാണ്ട് എല്ലാവരും കൊഞ്ചിക്കുന്നതിനും ജിൻഡോക്കും അതുപോലെ തന്നെയാണ് നന്ദന. എന്നാൽ നോറയെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് ഇഷ്ടക്കുറവ് വന്നിട്ടുണ്ട് നോറയെ അത് ആ കാലഘട്ടത്തോളം എതിരാളി. നോറ അങ്ങനെയാണ് ഇങ്ങനെയാണ്, നോറേനെ എതിർത്ത് തന്നെയാണ് ജിൻഡോ നിൽക്കുന്നത്. ആ ഒരു കൺസെപ്റ്റ് ജിൻഡോ മാറ്റുക എന്ന് തന്നെയാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്. ആ ഒരു കാര്യം മാറ്റുക. നന്ദനെ കൂട്ടുപിടിച്ചിട്ട് എന്താ കാര്യം? നന്ദന ജിൻഡോയെ പുറത്താക്കാൻ നോക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ചേട്ടായിമാരുടെ കൂടെ നിന്നിട്ടുള്ള ഇതിൽ ജിൻഡോയെ ഏറ്റവും ഫസ്റ്റ് അവർ തള്ളി പറയാനും പുറത്താക്കാനും നോക്കുന്ന ആൾ. അപ്പം ഇതൊന്നും അറിയാതെ ജിൻഡോ നന്ദനയ്ക്കോ മറ്റുള്ളവർക്കോ വെള്ളം കാച്ചിയിട്ടൊന്നും കാര്യമില്ല. എന്താ പറയുക, നമ്മൾ അതൊന്നും ചെയ്തിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ജിൻഡോ കറക്റ്റായിട്ട് ജിൻഡോയുടെ കാര്യങ്ങൾ നോക്കുക.
പക്ഷേ ഇന്നലത്തെ ഇതിൽ തന്നെയാണെങ്കിലും ജിൻഡോയെ വലിച്ചഴിച്ച് കൊണ്ടുപോകും. ജിൻഡോ അതിന് വാൺ ചെയ്യുകയും ചെയ്തു, അഭിഷേകിനെ വാൺ ചെയ്യുകയും ചെയ്തു അല്ലേ, തിരിച്ച് ഇങ്ങനെ ഇതാക്കരുത്. അതുപോലെ ബിഗ് ബോസും വാൺ ചെയ്തു, അഭിഷേകും അഭിഷേകിന് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു അല്ലേ. പക്ഷേ ഇവരെല്ലാവരും ഭയങ്കര ഗ്യാങ് കളിച്ചിട്ട് പുറത്താക്കാൻ നോക്കുമ്പോൾ ആ ഒരു ഗെയിമിനെ നമുക്ക് പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഗ്യാങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് എല്ലാവർക്കും ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സിന് നമുക്കൊക്കെ ഇഷ്ടപ്പെടുള്ളൂ അല്ലേ, തീർച്ചയായിട്ടും അല്ലേ, എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ജിൻഡോ അവിടെ കളിച്ചപ്പോഴേക്കും അതിന് മുന്നേ ഞാൻ കണ്ടതാണ് കേട്ടോ. എനിക്ക് സിജോനെയൊക്കെ എന്ത് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻ്റ് ആണെന്നറിയാം. സിജോയ്ക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ടും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ചെയ്തുകൊണ്ട് സിജോയ്ക്ക് നല്ലത് വരുന്നൊന്നുമില്ല, ഞാൻ വലിയ ആരുമല്ല, എങ്കിലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സിജോ കണ്ണുകൊണ്ട് സായിയോട് ഇങ്ങനെ കാണിക്കുന്നു, ഇങ്ങനെ സായിയോട് അടുത്തത് എനിക്ക് തോന്നുന്നു ജിൻഡോയെ ലക്ഷ്യം വെച്ച ആരെയോ അടുത്ത് ജാസ്മിനെയൊക്കെ പുറത്താക്കി കഴിഞ്ഞാൽ അടുത്തത് ഇന്ന ആളെന്ന് ഇങ്ങനെ സിജോ സായിനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു, അത് ഞാൻ കണ്ടതായിരുന്നു. അപ്പം അവർ അങ്ങനെ ഗ്യാങ്ങുകളിയൊന്നും ഒരിക്കലും ബിഗ് ബോസിൽ ഒരാളെ വിന്നറാവുള്ളൂ, ഒരിക്കലും നടക്കില്ല. പിന്നെ ഓവറായിട്ട് കുഞ്ഞിപ്പെങ്ങൾക്ക് വേണ്ടിയിട്ട് മരിക്കാൻ സിജോ ഒറ്റയ്ക്ക്, സിജോ നല്ല ടാലൻ്റുള്ള പ്ലെയറാണ്, സായി ഓൾസോ നല്ല വ്യൂ പോയിൻ്റ് ഉള്ള മനുഷ്യനാണ്. അപ്പോൾ പക്ഷെ എല്ലാവരും അതെ, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ സിജോ എന്തിന് പെങ്ങൾ എന്നും പറഞ്ഞിട്ട് ഓവറായിട്ട് അതിലേക്ക് ഇൻവോൾവ്ഡ് ആവുന്നത് എന്തിന്, അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ ഇവരെക്കാളൊക്കെ ഏറ്റവും എനിക്ക് വളരെയധികം ഇതായിട്ട് തോന്നുന്ന ആരെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അർജുനെയാണ്. അതായത് ഋഷിയാണെങ്കിലും അവനവൻ്റെ കാര്യം നോക്കി, ഇപ്പം ജിൻഡോടുള്ള ഇഷ്ടം അത് എന്തുകൊണ്ടൊരു ഇഷ്ടമാണ്. ജിൻഡോയുടെ ഭാഗത്തും ചില ചിന്താഗതിയും പ്രവൃത്തിയൊക്കെ തെറ്റുകൾ വരാം. ജിൻഡോടുള്ള ഇഷ്ടം ജിൻഡോ ജയിക്കണം എന്നാണ് പേഴ്സണലി. അത് ഞാനൊരു വലിയ യൂട്യൂബറൊന്നും അല്ല, ഞാനൊരു PR അല്ല. പക്ഷേ ജിൻഡോ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ ജിൻഡോ ജയിച്ച് കാണാൻ ഏറ്റവും കൂടുതൽ ജിൻഡോ ജയിക്കണം എന്നാണ്. അത് കഴിഞ്ഞ് ഓരോരുത്തരെ ഇഷ്ടമുള്ളവർ ജയിക്കണം, അല്ലെങ്കിൽ വെൽ പ്ലേ ചെയ്യുന്നവർ ജയിക്കണം, ഇതൊക്കെയാണ് ആഗ്രഹം. അപ്പോൾ അർജുനും നന്നായിട്ട് ഇപ്പോൾ കളിക്കുന്നുണ്ട് അല്ലേ. അതുപോലെ ഋഷിയാണെങ്കിലും ജിൻഡോ, അതുപോലെ എല്ലാവരും, ജാസ്മിൻ അടക്കം. പക്ഷേ ഇവരിപ്പോൾ ഗ്യാങ് ഭയങ്കര ഓവറാണ് കിടന്ന് കാണിക്കുന്നത്. ശരിക്കും വെറുപ്പീരെന്ന് പറയാം. കാര്യം ശരിയാണ്, നമുക്ക് കണ്ടിരിക്കാനൊക്കെ രസമാണ് അല്ലേ. ഇപ്പോൾ കുഞ്ഞി പെങ്ങളാണ്, ഒരു പെങ്ങൾ കുട്ടിയെ അങ്ങനെ സ്നേഹിക്കുന്നത്, അതൊക്കെ കണ്ടിരിക്കാൻ രസമാണ്. പക്ഷെ അത് ഓവറായിട്ട് കിടന്നിട്ട് കാണിക്കുമ്പോൾ നന്ദനയുടെ എടുത്തു ചാട്ടവും ദേഷ്യപ്പെടലും കൂടി കാണുമ്പോഴേക്കും നമുക്കത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു പോവുകയാണ്. അതാണ് ഒരു കാര്യമുള്ളത്. പിന്നെ അതുപോലെ അഭിഷേകിനെ എനിക്ക് മറ്റുള്ളവരുടെ വ്യൂ പോയിൻ്റ് എനിക്കറിയില്ല. എനിക്ക് അഭിഷേകിനെ കാണുന്ന വ്യൂ പോയിൻ്റാണോ മറ്റുള്ളവർ കാണുന്നതെന്ന് എനിക്കറിയില്ല. അഭിഷേക് അമ്മയില്ലാത്തൊരു പയ്യനാണ്, അല്ലെങ്കിൽ ഒരു ചെറുക്കനാണ്. അഭിഷേകിനെ ആ ഒരു രീതിക്ക് നമുക്ക് ആ ഒരു രീതിക്ക് നമുക്കൊക്കെ ഇഷ്ടമുണ്ട്. ആ ഒരു ഇഷ്ടമല്ല ഇവിടെ വേണ്ടത്. അതിന് മുന്നേ തന്നെ മറ്റേ അഭിഷേകുമായിട്ടുള്ള ചെറിയൊരു തർക്കത്തിൽ എല്ലാ കണ്ടസ്റ്റൻസും നമ്മുടെ അഭിഷേക് ശ്രീകുമാറിനെതിരെ നിന്നപ്പോൾ നാട്ടുകാരും വീട്ടുകാരും യൂട്യൂബേഴ്സും എല്ലാവരും അഭിഷേക് ശ്രീകുമാറിനാണ് സപ്പോർട്ട് ചെയ്തത്. ബിഗ് ബോസിനുള്ളിൽ അഭിഷേക് ഒറ്റപ്പെട്ടപ്പോൾ നമ്മൾ പുറത്തുള്ളവരെല്ലാം അഭിഷേക് ശ്രീകുമാറിനാണ് സപ്പോർട്ട് ചെയ്തത്. മീറ്റു എന്നല്ലേ പറയണം. അതെ, ഞാനും അങ്ങനെ തന്നെയായിരുന്നു. അഭിഷേക് ശ്രീകുമാറിന് തന്നെയായിരുന്നു സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ ഫുള്ള് അഭിഷേകിന് ആ കാലഘട്ടത്തിലൊക്കെ ലൈക്ക് കൊടുത്തു. പക്ഷെ അഭിഷേകിനോട് എനിക്ക് ഒരു ഇഷ്ടക്കുറവ് വന്നിട്ട് കുറച്ച് കാലമായി. അപ്പം എൻ്റെ ഇഷ്ടക്കുറവൊന്നും ആരും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയുക, അത് ഞാൻ ശ്രദ്ധിച്ചത് വേറൊന്നുമല്ല, ചിലപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ കൊണ്ടാവാം. അഭിഷേക് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ശ്രീരേഖ അഭിഷേകിനോട്, അത് ശ്രീരേഖയുടെ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. അതിലൂടെ ശ്രീരേഖ ഒന്ന് ഒതുങ്ങി ഏതായിട്ട് പറയാം. പക്ഷെ അത് അഭിഷേക് കാണുമ്പോൾ ഒരു മര്യാദകേടായിരുന്നു. ശ്രീരേഖ പല കാര്യങ്ങളും അഭിഷേകിനെ സ്വന്തം അനിയനെ പോലെ കണ്ടിട്ടാണ് ഇങ്ങനെ വന്നിരുന്ന് കൂട്ടുകൂടി അത് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക കണ്ട് അവരത് എടുത്തിട്ടുണ്ട് കേട്ടോ, അതെടുത്തിട്ടുണ്ട് കേട്ടോ, അതെടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു ഇത് നമ്മൾ കണ്ടിരുന്നു. അത് ചെരുപ്പ് എടുത്ത് ഒളിക്കി വെക്കുന്നത്, നോറയുടെ ചെരുപ്പ്, ആരുടെയോ ചെരുപ്പ്, നോറയുടെയാണോ ആരുടെയോ ജാസ്മിൻ്റെയോ ആരുടെയോ ചെരുപ്പെടുത്ത് ഇവർ ഒളിച്ചു വെച്ചു. ശ്രീധുവിൻ്റെ അതോ ശ്രീരേഖയുടെ തന്നെയാന്ന് തോന്നുന്നു. ചെരുപ്പെടുത്ത് ഇവർ ഒളിച്ചു വെച്ചു. അപ്സരയോ രണ്ടൊക്കെ ശരണ്യൊക്കെ. അത് കഴിഞ്ഞിട്ട് ശരണ്യ ഉണ്ടായി തോന്നുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്സരയുടെ ചെരുപ്പങ്ങാണ്ട് എന്തോ സംഭവം അപ്സരയൊക്കെ എടുത്ത് വെച്ചിടത്തുനിന്ന് ഇവർ
അത് വേറെ സ്ഥലത്തിട്ട് മാറ്റി വെക്കുകയാണ്ട് ചെയ്തു അല്ലേ ശ്രീരേഖ, അങ്ങനെ എന്തുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ശ്രീരേഖ അഭിഷേകിൻ്റെ കൂടെ നടന്ന് ഗുന പലതവണ ഇങ്ങനെ മാറി നിന്ന് രഹസ്യം പറയണ പോലെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അഭിഷേക് അതിനെ ഒട്ടും അത് ഇഷ്ടപ്പെടാൻ, ശ്രീരേഖ അങ്ങനെ വന്ന് പറയുന്നതേ ഇഷ്ടപ്പെടാത്ത മട്ടിലോ, ശ്രീരേഖയോട് കൂട്ടുകൂടാൻ ഇഷ്ടമില്ലാത്ത മട്ടിലോ, ശ്രീരേഖ അവിടെ ചിലപ്പോൾ ശ്രീരേഖ കുറേ കൂടി ഏജുള്ള സ്ത്രീയാണ്, ശ്രീരേഖയോട് സംസാരിച്ച് കൂട്ടുകൂടി ശ്രീരേഖയ്ക്ക് സപ്പോർട്ടൊന്നും കൊടുക്കണ്ട, എനിക്ക് വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കൂട്ടുകൂടാൻ, അവരൊക്കെ മതി എന്നുള്ള രീതിയിലുള്ള കാട്ടായാണോ എന്താണ് ശ്രീരേഖ ചിലപ്പോൾ അവിടെ പെരുമാറുന്നത് അഭിഷേകിന് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ, ചിലപ്പോൾ നെഗറ്റീവ്, ശ്രീരേഖ എപ്പോഴും കണ്ണീരും കരച്ചിലും നെഗറ്റീവ് സിമ്പതി വിഷമാണ് എന്നുള്ളൊരു കൺസെപ്റ്റ് മറ്റുള്ളവർ പറയുന്നുണ്ടല്ലോ, അത് കേട്ടിട്ടാവാം. പക്ഷെ ഒരു ചേച്ചിയാണ്, അവർ പറയുന്ന കാര്യങ്ങൾ അഭിഷേകിന് ഇഷ്ടപ്പെട്ടില്ല, അഭിഷേകിനെ തിരിച്ച് പറയാം, ചേച്ചി അതൊന്നും അങ്ങനെ പറയണ്ട, ഒരു മര്യാദ, അതായത് ഒരു ചേച്ചിയാണ്, അവർ സംസാരിക്കുമ്പോൾ അവരോട് സംസാരിക്കുക, അവരോട് ഇഷ്ടമുള്ള പോലെ സംസാരിക്കുക, അല്ലെങ്കിൽ അതെന്താണെന്ന് കാണിക്കുക, അത് ഒഴിവാക്കണ രീതിയിൽ. ശരിക്കും ഐ ഫെൽറ്റ് ഇറ്റ് റിയലി. അതായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ ശ്രീരേഖ ഇതാണ് ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ വെച്ചിട്ടുണ്ട് നമ്മളിത് ചെയ്യുക. അപ്പം അപ്പോഴും ഞാൻ വിചാരിച്ചു ശ്രീരേഖ എന്തിനാണ് ഇത്രയും ഇതായിട്ട് കാണിക്കുന്നത്, നമ്മളൊട്ടും മൈൻഡില്ലാത്ത ശ്രീരേഖ അതാ പറയുന്ന ഒരു വാല്യുബിൾ പോയിന്റ്സ് ആയിരിക്കില്ലായിരിക്കാം, എന്തിനത് പറയുന്നത്. അഭിഷേകം ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ല, ശ്രീരേഖ പറയുന്നത് ഒട്ടും കാര്യമില്ലാത്ത പോലെ. അപ്പോൾ അഭിഷേകം ഒട്ടും മൈൻഡ് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എൻ്റെയൊക്കെ ഏജുള്ള സ്ത്രീയാണ് ശ്രീരേഖ. അപ്പോൾ ഒരു അഭിഷേകം ഒട്ടും വില കൽപ്പിക്കാത്ത മട്ട്. എന്നാൽ മറ്റുള്ളവർ ശ്രീരേഖ സംസാരിക്കുമ്പോൾ ഇതുപോലെ വില കുറവ് കാണിക്കാറില്ല. അഭിഷേകമാണ് അത് ആദ്യമായിട്ട് അവിടെ കാണിച്ചേക്കണം കണ്ടത്. ജിൻഡോ ശ്രീരേഖയൊക്കെ അടുത്തടുത്ത പ്രായം, ഋഷി ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ആവട്ടെ, ഈവൻ ഗബ്രി തന്നെ ആവട്ടെ, അവരൊന്നും ഒരിക്കലും ഈ ശ്രീരേഖ സംസാരിക്കുമ്പോൾ ശ്രീരേഖയോട് സംസാരിക്കാതിരിക്കുകയോ ഒഴിവാക്കുന്ന രീതി അഭിഷേകം അത് ചെയ്തത് തൊട്ട് ഞാൻ അഭിഷേകിനെ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടക്കുറവ് എനിക്ക് തോന്നാറുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം പിന്നെ അഭിഷേക് പലതവണ ഐ ഫെൽറ്റ് ഇറ്റ് തറവിൽ എനിക്ക് മനസ്സിലായ കാര്യമാണ് നോറയോട് മറ്റുള്ളവർ നോറയെപ്പറ്റി എന്ത് പറയുന്നു. അഭിഷേകിന് റിയലായിട്ട് നോറയുടെ സ്വഭാവങ്ങൾ അഭിഷേകിന് മനസ്സിലായിട്ടല്ല, മറ്റുള്ളവർ പറയുന്ന നോറ വിഷമാണ്, മറ്റുള്ളവർ കരയുമ്പോൾ ചിരിക്കുന്ന നോറ, മറ്റുള്ളവർ തല്ലി പിടിക്കുമ്പോൾ ചിരിക്കുന്ന നോറ എന്ന് മറ്റുള്ളവർ പറയുന്നത്, ഈവൻ സിജോ അല്ലെങ്കിൽ സ്വന്തം ഫാമിലിയെ അവിടെ കൊണ്ടുവന്ന് പറയുന്നു, വലിച്ചിഴക്കുന്നു എന്നൊക്കെ പറഞ്ഞത് കേട്ടിട്ടാണോ അഭിഷേക് നോറ സംസാരിക്കുമ്പോഴേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു ക്യാരക്ടറാണ് നമ്മളെന്തെങ്കിലും സംസാരിക്കുമ്പോൾ പാട്ട് പാടുക എന്നുള്ളത്. അതിന് എനിക്ക് കേൾക്കാൻ സമയമില്ല, എനിക്ക് ഇതെന്തിനാ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണേ, അത് കേൾക്കാൻ താല്പര്യമില്ല, എന്ത് കാര്യത്തിന് അത് പറയാം, അല്ലെങ്കിൽ പ്ലീസ് എനിക്കിത്തിരി സമാധാനത്തിലിരിക്കണം, അത് പറയണ്ട എന്ന് പറയാം, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യം അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട അതിനെക്കുറിച്ച് പറയാം. ഇത് അഭിഷേക് നോറ സംസാരിക്കുമ്പോഴേ ചൂളം വിളിച്ചുകൊണ്ട് മാറും, പലതവണ, ഒരു തവണയല്ല 2 തവണയല്ല 3 തവണയല്ല, മൂളിപ്പാട്ടും പാടിക്കൊണ്ട് മാറും, ചൂളം വിളിച്ചുകൊണ്ട് മാറും. ഇവനാരാ? ഈ അഭിഷേകിന് അവിടെ ആരെങ്കിലും ദൈവമായിട്ടോ പ്രത്യേക പദവി ആരും കൊടുത്തിട്ടുണ്ടോ, പ്രത്യേക കൂട്ടാരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അവിടെ ആര് അഹങ്കാരം കാണിച്ചാലും അവർ കുറച്ച് ദിവസത്തിനകം അടിയിൽ പോകുന്നത് കാണാം. അഭിഷേകിന് നല്ലൊരു ഇതിലൂടെ അഭിഷേക് പോകും. ചില ആൾക്കാർ അഭിഷേകിന് അവരോട് മിണ്ടാൻ താല്പര്യമില്ല, അഭിഷേക് അവോയ്ഡ് ചെയ്യും അവരെ. ഈ ബിഗ് ബോസിൽ വന്നിട്ട് അവോയ്ഡിങ്ങും കൂട്ടുകൂടലും വലിയ ആൾക്കാരെ മാത്രം കൂട്ടുകൂടുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ അവിടെ വന്ന് മറ്റുള്ളവരെ കൂട്ടുകൂടി മാത്രം ഇരിക്കുക. നന്ദന ദേവീനെ പോലെ ഇരിക്കുന്ന, അങ്ങനെ സോറി കേട്ടോ ഞാൻ അങ്ങനെ പറയുകയല്ല, എനിക്ക് ആ ഒരു മനസ്സിൽ അത്രയും വിഷമം തോന്നിയോടെ ഞാൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരിക്കലും ഒരാളുടെ ബോഡി ഷെയ്മിങ്ങോ കളർ ഷെയ്മിങ്ങോ അങ്ങനെ പറഞ്ഞൊന്നുമല്ല. ഷെയ്മിങ് അല്ല, നന്ദനയ്ക്ക് നിറമുള്ളതുകൊണ്ട് കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. ഇനിയിപ്പോൾ നന്ദന കുറച്ചും കൂടെ ഗുഡ് ലുക്കിങ്, നന്ദനയ്ക്ക് കുറച്ച് ചേട്ടന്മാരുണ്ട്, കാരണം നന്ദനയുടെ പേരെല്ലായിടത്തും നല്ലതാണ് എന്നുള്ള രീതിക്കാണോ നന്ദനയെ പൊക്കിപ്പിടിച്ച് നന്ദനയോട് ഭയങ്കര കൂട്ടുകൂടാനും പെങ്ങളെപ്പോലെ കൈ പിടിക്കാനൊക്കെ അഭിഷേകിന് ഇഷ്ടമാണ്. നോറോട് അങ്ങനെയില്ല. നോറ എന്തെങ്കിലും പറയുമ്പോൾ നോറ ഈവൻ മറ്റുള്ളവർക്ക് ചെവി തരാത്ത സംസാരമുണ്ട്, ശരി, പക്ഷെ അത് നമ്മുടെ ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ, നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റ് അല്ലേ. അവർ ചിലപ്പോൾ നോറ എത്രത്തോളം വിഷമിക്കുന്നുണ്ട്, എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളൊരു കാര്യം സംസാരിക്കാനോ കേൾക്കാനോ ആർക്കും ഒരു താല്പര്യമില്ല. ഈവൻ ജാസ്മിൻ പിന്നെ നേരിട്ട് പറയും, നോറ സംസാരിക്കാൻ വന്ന ജാസ്മിൻ ഒന്ന് സംസാരിക്കാനെങ്കിലും നിൽക്കും. നോറയാണ് പിന്നെ അത് പറയണ്ടെന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ
പക്ഷേ അഭിഷേക് കാണിക്കുന്ന സിജോ വരെ സംസാരിക്കും, സായി വരെ സംസാരിക്കും, അഭിഷേക് കാണിക്കുന്നത് ഒട്ടും ആക്സെപ്റ്റബിൾ അല്ല. ഈവൻ സായി ഇപ്പം അത് പഠിച്ചിട്ടുണ്ട്. സായി 2 തവണ ഇതുപോലെ ഒഴിവാക്കി, ഈ നോറോട് സംസാരിക്കാണ്ട് ഒഴിവാക്കി പോകുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ടാസ്ക് ചെയ്തപ്പോൾ കാല് വേനെടുത്തിട്ട് മാറിയതായിരിക്കാം. പക്ഷേ സായി പലതവണ നോറോട് സംസാരിക്കാണ്ട്. നോറ ഒരു കണ്ടസ്റ്റൻ്റാണ് അവിടുത്തെ. ഈവൻ ഒരു ടാസ്കിൽ എല്ലാവരും തോപ്പിച്ച് ടോപ്പായതാണ്. എനിക്ക് നോറ ജയിക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളെന്തിനാണ് ഒരാളെ കൊള്ളില്ലാത്തതായിട്ട് മാറ്റിയിടേണ്ട കാര്യമൊന്നുമില്ല. നന്ദനയ്ക്ക് എന്ത് പ്രത്യേകത കണ്ടിട്ടാണ് ഇവർ തലയിൽ കയറ്റിയേക്കണേ? അപ്പോൾ അഭിഷേകിനെ എനിക്ക് കുറച്ച് കാലമായിട്ട് അഭിഷേക് കുറച്ച് അഹങ്കാരം ഉള്ളതായിട്ടുള്ള ഫീൽ ചെയ്തിട്ടുണ്ടാകും. അഭിഷേക് ഇപ്പോൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയെന്ന് അഭിഷേക് സ്വന്തമായിട്ട്, അഭിഷേകിന് വളരെ സ്വർണ്ണവർണ്ണമുള്ള കൂട്ടുകാർ മാത്രമാണ് ഉള്ളത്. അല്ലെങ്കിൽ അഭിഷേകിന് ഏറ്റവും ടോപ്പായിട്ടുള്ള കുറച്ച് കൂട്ടുകാരുണ്ട്. ഞാൻ അവരുടെ കൂടെ നിൽക്കുകയുള്ളൂ. എനിക്ക് നല്ല ഗ്രാൻഡ് ഉണ്ട്, എനിക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട്. ഞാൻ സ്റ്റാൻഡേർഡ് കുറഞ്ഞവരോട് സംസാരിക്കില്ല എന്നുള്ള കൺസെപ്റ്റാണ് ഈ അഭിഷേകിന് അവിടെ അതേ അനുസരിച്ച് വില കുറയുള്ളൂ അല്ലേ. അഭിഷേകിന് കുറച്ച് അഭിഷേക് അഹങ്കാരിയാണോ? അഭിഷേകിന് ഞാൻ പിന്നെ യൂട്യൂബിൽ യൂട്യൂബ് പോള് ചെയ്യുമ്പോൾ അതിൽ ഞാൻ വോട്ട് കൊടുക്കാറില്ല, അഭിഷേകിന് കൊടുക്കാറില്ല ഞാൻ. ഏതോ ഒരു തവണയോ 2 തവണയൊക്കെ ഈ ഇൻസിഡൻസിനൊക്കെ ശേഷം കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ എനിക്കിപ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് മനസ്സിന് താല്പര്യം തോന്നാം, സിജോക്ക് എന്നാലും കൊടുക്കും. അപ്പം അഭിഷേകിനെ കുറേ നാളുകളായിട്ട് അഭിഷേകിൻ്റെ ഒരു അഹങ്കാരമാണെന്ന് ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞു തുടങ്ങുന്നുണ്ട് അല്ലേ. അഭിഷേകിനോട് ഒരു വ്യക്തിവൈരാഗ്യം ഉണ്ടായിട്ടല്ല, അഭിഷേകിൻ്റെ ചില പെരുമാറ്റം അത് ആക്സെപ്റ്റബിൾ അല്ല. ഇപ്പോൾ ജിൻഡോയുടെ ഭാഗത്ത് ഉണ്ടാവാം, ജിൻഡോയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്കത് ജിൻഡോനെ പറ്റി നമുക്ക് പറയാം. ജിൻഡോയുടെ ഭാഗത്ത് തെറ്റുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അത് നന്ദനയെ തലയെ കയറ്റി വെക്കലും നോറയെ മനഃപൂർവ്വം നോറയോട് ദേഷ്യം കാണിക്കാനായിട്ട് ശ്രമിക്കുന്നു. നോറ എന്തെങ്കിലും ചെയ്താൽ നോറേനെ വല്ലാണ്ട് ഒറ്റപ്പെടുത്താൻ ജിൻഡോ അടക്കം കൂട്ടുകൾ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് ജിൻഡോയ്ക്ക് വിനയാണ്. ജിൻഡോ എന്നുള്ള കണ്ടസ്റ്റൻറ്റിനെ എനിക്ക് ഇഷ്ടമാണ്. അത് ജിൻഡോയ്ക്ക്, കാരണം നോറ വലിയ പുണ്യവതി, അങ്ങനെ നോറ പഞ്ചപാവം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ജാസ്മിൻ പിന്നെ എന്താ പറയുക, ജാസ്മിനോട് വഴക്കിട്ടാലും ജാസ്മിൻ്റെ കൂട്ടുകൂടുന്നുണ്ട്. പക്ഷേ നോറ ഒരു കണ്ടസ്റ്റൻ്റാണ്. നോറ എന്തെങ്കിലും ചെയ്യുമ്പോൾ എല്ലാവരും കൂടെ നോറയുടെ തലയിട്ട് കയറുന്നത് എന്തിനാണ്? ഈ ജിൻഡോ പോലും എനിക്ക് ജിൻഡോട് നല്ല ദേഷ്യം ഉണ്ടായിട്ടുള്ളൊരു കാര്യമാണ്. നോറോട് ഭയങ്കരമായിട്ട് എന്താ പറയുക, പലതവണ നോറയെ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് നോറയുടെ അടുത്തിട്ട് ചെന്നിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അത് ശ്രീതു ആണെങ്കിലും ചെല്ലണം, ജാസ്മിൻ ആണെങ്കിലും ചെല്ലണം, നന്ദന ആയാലും ചെല്ലണം, പിന്നെ അത്രയും പേരല്ലേ ഉള്ളൂ. ഇപ്പോൾ ആരായാലും ചെല്ലണമായിരുന്നു ജിൻഡോ. അപ്പോൾ അതൊക്കെ ജിൻഡപ്പൻ്റെ തെറ്റുകളാണ്. ജിൻഡപ്പൻ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാണ്ട് നന്ദനയോടൊരു പ്രത്യേക വൈരാഗ്യം ഉണ്ടായതുകൊണ്ടല്ല, നന്ദന അവിടെ എന്നും മലമറിക്കുന്നതായിട്ട് നമുക്ക് തോന്നാറില്ല. നന്ദന ഇപ്പോൾ കൂടുതൽ ഭയങ്കര ബാഡ് വേർഡ്സ് ഉപയോഗിച്ചു, ഭയങ്കര ഷൗട്ടിങ് കുറച്ച് ചേട്ടന്മാർ കൂട്ടുന്നുണ്ട്. ശ്രീധുവിനെ തന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് എന്തോ ഒരു വാക്ക്, അതെനിക്ക് ക്ലിയർ ആയില്ല, എന്തൊരു ബാഡ് വേർഡ് പറയേണ്ട ആവശ്യമില്ല. അവിടെ ശ്രീധു ചെയ്തത് ഗെയിമാണ്. നന്ദനയ്ക്ക് ഇപ്പോൾ ചേട്ടന്മാർ കൂട്ടുണ്ടെന്നുള്ളൊരു ബലമാണ് നന്ദന ഇത്ര അഹങ്കരിക്കുന്നത്. അത് കുറച്ചാൽ മോൾക്ക് നല്ലതായിരിക്കും, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. നന്ദനോടൊരു നന്ദനയുടെ ജീവിതവും എല്ലാവരും കഷ്ടപ്പെട്ട് അവിടെ വന്ന് നിൽക്കുന്നവരാണ്. അവിടെ ഓൾമോസ്റ്റ് ഉള്ളവരൊക്കെ ജീവിക്കുന്നുണ്ട്. ഒരുപാട് സാമ്പത്തികമായിട്ട് അവരെല്ലാവരും ഞെരുക്കത്തിലും ഓരോ കുടുംബങ്ങൾ വെച്ച് കയറാനായിട്ട് ശ്രമിക്കുന്നവരൊക്കെ തന്നെയാണ്. ഓരോ കുടുംബങ്ങളുടെ അത്താണിയാണ് ഓരോരുത്തരും അല്ലേ. അപ്പോൾ നന്ദനയ്ക്ക് മാത്രമല്ല, എല്ലാവർക്കും ഉണ്ട് പേഴ്സണലായിട്ടുള്ള വിഷമങ്ങൾ, കാര്യങ്ങൾ. പിന്നെ സിജോയുടെ സൈഡേയും കൂടി കാര്യമാണ്. ഇന്നലെ എന്താണ് BB+ കണ്ടതാണ്, എന്താണ് അവർ കാട്ടിക്കൂട്ടിയത്? അവരെന്താണ് കാട്ടിക്കൂട്ടിയത് ആക്ച്വലി? സിജോയും നന്ദനയും സിജോ, സായി, നന്ദനയും ഈ ശ്രീധുവിന് സപ്പോർട്ട് ചെയ്തു. അവർ ആ ഗെയിമിൽ നന്ദനയെ സപ്പോർട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ശ്രീധുവിന് സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു, ശ്രീധു അങ്ങനെ പെരുമാറിയതിനെ പറ്റി പറഞ്ഞപ്പോൾ അത് സിജോ അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞതിൽ നിന്നും തുടങ്ങി. അതിന് മുന്നേ വല്ലതും ഉണ്ടായിട്ടുണ്ടോയെന്നറിയില്ല. ഗെയിമിൽ നന്ദനയെ സപ്പോർട്ട് ചെയ്തില്ലെന്നും അവൾ പറയുന്നുണ്ട്. അത് സത്യമാണോ എന്നുള്ളത്, അത് ആ ഗെയിം പെട്ടെന്ന് ഇതായതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ല. ഇവർ 3 പേരുമാണ് കൂടുതൽ, അതായത് അഭിഷേക്, സായി, സിജു. അപ്പോൾ നന്ദന അവരുടെ കുഞ്ഞിപ്പെങ്ങളായിട്ടും അവളത് ഇതാക്കിയില്ലെന്നുള്ളൊരു ഇതാണ് നന്ദനയുടെ ഭാഗത്ത് നന്ദന പറയുന്നത്. അത് ഇത്രയും ആയി കുറേയൊക്കെ കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു. സിജോ വന്നിട്ട് നന്ദനയോട് ഇങ്ങനെ അവരൊന്ന് പറഞ്ഞ് അത് പിന്നെ അതങ്ങോട്ട് ഓവറായില്ലേ. സിജോയുടെ ലക്ഷ്യം ഈ കുഞ്ഞിപ്പെങ്ങളെ താലോലിച്ച് പുന്നാരിച്ച് അവിടെ വഴക്ക് മാറ്റി നിൽക്കുക എന്നുള്ളതാണോ? സിജോ ഒരാളെ കൈപിടിച്ച് രക്ഷിക്കണേ കുഞ്ഞിപ്പെങ്ങളെ മാത്രമാണ്, നന്ദനയെ മാത്രമേ രക്ഷിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആ നന്ദനെ വഴക്കിട്ടാൽ പിന്നെ തീർന്നോ സിജോയുടെ ലക്ഷ്യം അതാണോ? അതുപോലെ സായി, ലാലേട്ടൻ കൊടുത്തൊരു കൈനീട്ടാണെന്ന് പറയുന്നു അല്ലേ. അതെ, കൈനീട്ടം. അത്
ആ വിഷുക്കൈ നീട്ടം വരെ എടുത്തു കൊടുക്കേണ്ട ഒരു കുഞ്ഞിപ്പെങ്ങൾക്ക് അത്രയും സ്ഥാനം കൊടുത്തോ? അത് സായിയുടെ ഇഷ്ടം. ഇറ്റ് ഡിപ്പെൻസ് ഓൺ ദം. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഓരോരുത്തർക്ക് എന്ത് കിട്ടി ആർക്ക് എന്തൊക്കെ ചെയ്യണം കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ഈ കുഞ്ഞിപ്പെങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അവിടെ എന്ത് മലമറിച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും ഫേവറേറ്റായ നിങ്ങൾക്ക് കിട്ടിയ വിഷുക്കൈനീട്ടം പോലത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അത് തിരിച്ചൊരു വിലയില്ലാണ്ട് തിരിച്ചെറിഞ്ഞ് തന്നെങ്കിൽ അത് കൊടുത്തതിനൊരു വിലയുണ്ടോ? അതൊന്ന് ആലോചിക്കുക. അത് ഒരു വിലയില്ലാത്ത രീതിയിൽ തിരിച്ചു തന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒന്നും പറയാനില്ല. സായിയും സിജോവും കുഞ്ഞിപ്പെങ്ങളെയും കുഞ്ഞിപ്പെങ്ങളെയും അഭിഷേക് ഉൾപ്പെടെ, അഭിഷേകിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നന്ദനേനെ പുന്നാരിക്കാനും ബാക്കി എല്ലാവരെയും. അപ്പോൾ ഇവരെയൊക്കെ എല്ലാവരും കുഞ്ഞിപ്പെങ്ങളെയൊക്കെ തലയിൽ ചുമന്ന് വളരെയധികം കുഞ്ഞിപ്പെങ്ങളെ തല ഒലിച്ച് ശുശ്രൂഷിക്കലാണ്. ഞാൻ വേറൊരു മീനിങ്ങിലല്ല പറഞ്ഞത്. ഈ കുഞ്ഞിപ്പെങ്ങളുടെ വഴക്ക് മാറ്റാനും കുഞ്ഞിപ്പെങ്ങളും ചേട്ടന്മാരും ഓടി നടക്കുന്നതും അവരുടെ ഇണക്കങ്ങളും അവർ ഗ്യാങ് കൂടി മറ്റുള്ളവരെ പുറത്താക്കുന്നത് ഏറ്റവും കൂടുതൽ ജിൻ്റപ്പനെ അത് അവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടല്ലോ പ്ലാൻ ചെയ്ത്. അപ്പോൾ ഈ കുഞ്ഞിപ്പെങ്ങളെ പ്ലാൻ ചെയ്ത് പുറത്താക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവർ നിൽക്കുന്നത്. അതിനാണ് ഇവർ ഈ ബിഗ് ബോസിൽ ഇപ്പോൾ വന്നേക്കുന്നത്. അവരുടെ ഇപ്പോൾ ലാസ്റ്റുള്ള എയിം അതാണ്. അപ്പോൾ അവരത് ആ വഴിക്ക് വിട്ടോട്ടെ, അതൊന്നും കണ്ടിരിക്കാനായിട്ട് ആൾക്കാർക്ക് നേരമൊന്നുമില്ല. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. ജിൻ്റപ്പനെ ഒഴിവാക്കി, ജിൻ്റപ്പനെ പല കാര്യങ്ങൾക്കും ജിൻ്റപ്പനോട് വഴക്കുണ്ടാക്കി തല്ലുപിടുത്തം ഉണ്ടാക്കി ജിൻ്റപ്പനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഗ്യാങ് കൂടി പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വിനയാകുകയേ ഉള്ളൂ. വേറെ ഒരു കാര്യങ്ങളും അവിടെ നടക്കില്ല. അത്രേ ഉള്ളൂ. ജിൻ്റപ്പന് കൂടുതൽ സപ്പോർട്ടേ കിട്ടുള്ളൂ. ഓക്കെ, ജിൻ്റപ്പന് വേണ്ടി നിങ്ങൾ എത്രത്തോളം ഗ്യാങ് കൂടി ജിൻ്റപ്പനെ ഒഴിവാക്കാൻ നോക്കണം, അത്രത്തോളം ജിൻ്റപ്പന് സപ്പോർട്ട് കിട്ടുകയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ. ഇത്രയും പറയാനായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡ് വൈസ് അത്രയും കണ്ടിട്ട് നമുക്ക് ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന് എതിരഭിപ്രായമോ സെയിം അഭിപ്രായം ഉണ്ടെങ്കിൽ